നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ അവർ കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് വയനാട് ജില്ലയിലെ ഇടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ബ്രാൻ, പാലക്കാട് ജില്ലയിലെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട്ടിലെ ഇടവക പഞ്ചായത്തിലേക്കാണ് ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത്. വർഷങ്ങളായി 100% നികുതി പിരിവ് എന്ന നേട്ടവും തുടർച്ചയായി 3-ാം വർഷവും മഹാത്മാ പുരസ്കാരം അടക്കം നേടാൻ ഇടവക ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വികസന വിശേഷങ്ങളുമായി പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ബ്രാൻ ചേരുന്നു. നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെയെല്ലാമാണ് നോക്കിക്കാണാനാവുക? ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. ഇടവക ഗ്രാമപഞ്ചായത്ത് പൊതുവെ ഒരു സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒത്തൊരുമിച്ചുള്ള ഒരു മുന്നേറ്റം നടത്താൻ ഞങ്ങൾക്ക് കഴിയാറുണ്ട്. അതിന്റെ ഒരു മികച്ച ഒരു നേട്ടം പഞ്ചായത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും ആദ്യമായി പങ്കുവെക്കാനുള്ളത്. പിന്നെ ഞങ്ങൾ നേടിയ പുരസ്കാരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലാണ്. കാരണം ഏറ്റവും അടിസ്ഥാന വർഗങ്ങൾ ജീവിക്കുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങൾ. മറ്റ് വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ വെറും ആൾക്കാരുടെ കാർഷിക മേഖലയിലെയും ദിവസക്കൂലിയിലൂടെയും ലഭിക്കുന്ന വരുമാനമാണ് ഇടവ പഞ്ചായത്തിന്റെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ കരുത്ത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് കഴിഞ്ഞ വർഷം 9 കോടിയോളം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ലഭ്യമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഊന്നിയിട്ടുള്ള പ്രവർത്തനമാണ് ഇടവ പഞ്ചായത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ മറ്റ് മെറ്റീരിയൽ പ്രവർത്തനങ്ങളിൽ മുൻ വർഷത്തിന്റെ 100% വർധനമാണ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം 1,70,00,000 രൂപ മെറ്റീരിയൽ ഇനത്തിൽ ചെലവാക്കിയപ്പോൾ ഈ നടപ്പ് സാമ്പത്തിക വർഷം ഏതാണ്ട് 3.5 കോടിയിലേറെ അതിനുവേണ്ടി ചെലവഴിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി പുരസ്കാരം കഴിഞ്ഞ തുടർച്ചയായ 3 വർഷം ഞങ്ങൾക്ക് ലഭ്യമാക്കാനിടയായ ഒരു സാഹചര്യം. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ILGMS ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാക്കിയതിനുള്ള അംഗീകാരമടക്കം ഈ ഒരു പഞ്ചായത്ത് നേടിയിട്ടുണ്ട് അല്ലേ? അതെ, കഴിഞ്ഞ വർഷത്തെ മുഴുവൻ എല്ലാ ഫയലുകളും പൂർത്തീകരിക്കുകയും അതിന് പ്രത്യേക പുരസ്കാരം നേടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ജീവനക്കാരും തന്നെ, എല്ലാ ഡിപ്പാർട്ട്മെന്റും തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് ഫയലുകളുടെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനം ആ മേഖലയിലൊക്കെ നടക്കുന്നുണ്ട്. നികുതി പിരിവിലൊക്കെ കണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ വിജയമാണ്. ഒരു നടപടികളും കൂടാതെയാണ് ഞങ്ങൾ 100% നികുതി പിരിവ് കഴിഞ്ഞ 2 വർഷങ്ങളിലായി നേടിയെടുക്കുന്നത്. കാരണം ഇതിന്റെ ഭവിഷ്യത്ത് പിന്നീട് പൊതുജനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ജീവനക്കാരുടെ ശക്തമായ ഒരു പിന്തുണ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അതേപോലെ ഫയലുകൾ തീർപ്പാക്കുന്നതിലൊക്കെ തന്നെ വളരെ പ്രൊഫഷണലായ ഒരു സമീപനം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാറുണ്ട്. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ്. ഇതിൽ കൂടുതലായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? നിരവധിയായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങൾ എടവ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയാനുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കുളങ്ങൾ, പൊതുകുളങ്ങൾ നവീകരിച്ച് നീന്തൽ കുളമായും അമൃത സരോവർ എന്ന പേരിൽ പൈങ്ങാട്ട് എന്ന പ്രദേശത്തും കമ്പനിയിലെ ഒരു കുളവും ഏതാണ്ട് പൈങ്ങാട്ടിലുള്ള കുളത്തിന് 38,50,000 രൂപയോളം ചെലവഴിച്ചാണ് നവീകരിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കമ്പനിയിലെ ഒരു കുളം 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു നീന്തൽ കുളമായി ആ കുളത്തെ ഞങ്ങൾ നവീകരിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ എടുത്തു പറയാനുള്ള ഒരു സംഗതി, വാളേരിയിൽ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് നിലവിൽ 59ഓളം റോഡുകൾ ഈ വർഷം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി 9 കൽവർട്ടുകൾ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഏതാണ്ട് 15ഓളം വ്യക്തിഗത ആനുകൂല്യത്തിന്റെ ഭാഗമായി 15ഓളം
തൊഴുത്തുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതേപോലെ 15ഓളം കിണറുകൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ആട്ടിൻകൂട്, കോഴിക്കോട് മുതലായവയൊക്കെ അപേക്ഷകൾ മുഴുവൻ പൂർത്തീകരിച്ച് ആ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ തൊഴിലാളികളും മുഴുവൻ ജീവനക്കാരും വളരെ ശ്രദ്ധാപൂർവമായി അക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വർഷം 12,50,00,000 രൂപയോളം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത് ഈ ഒരു പ്രവർത്തനത്തിന്റെ നേട്ടമായി ഞങ്ങൾ കരുതുന്നു. തീർച്ചയായും പഞ്ചായത്തിന്റെ വികസനക്ഷേമ നേട്ടങ്ങളിലെല്ലാം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വലിയൊരു ഘടകമായി തന്നെ പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും വലിയ രീതിയിലുള്ള ചുവടുവെപ്പുകളെല്ലാം തന്നെ ഈ ഇടവക ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ടല്ലേ? മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കഴിഞ്ഞ ആഴ്ചയാണ് ബഹുമാനപ്പെട്ട വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധി മാലിന്യ മുക്ത പഞ്ചായത്തായി ഞങ്ങൾ പഞ്ചായത്തെ പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ MCF സംവിധാനം വളരെ ശക്തമായ രീതിയിൽ, വളരെ മാതൃകാപരമായ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ മുഴുവൻ വാർഡുകളിലെയും യൂസർ ഫ്രീ കളക്ട് ചെയ്യുന്നതിൽ 100% യൂസർ ഫ്രീ കളക്ട് ചെയ്യുകയും 100% തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 22.5 ലക്ഷം രൂപയാണ് ഒരു വർഷം മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഇടവ പഞ്ചായത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വാർഡുകളിലും മിനി MCF സംവിധാനം ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേപോലെ 350ഓളം അടുക്കള വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിനുള്ള സോക്പിറ്റുകൾ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ എല്ലാ വാർഡുകളിലും തന്നെ ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഡ്രെയിനേജ് സംവിധാനം വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു മാതൃകാ പഞ്ചായത്തായി മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതേപോലെ പരസ്യങ്ങളാണെങ്കിൽ എല്ലാ ഒഴിഞ്ഞ സ്ഥലങ്ങളിലും വളരെ കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും വളരെ സജീവമായ രീതിയിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ എന്ന രീതിയിലേക്ക് ഞങ്ങൾ വളരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, ഒരു പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുമ്പോഴും അതിൽ എടുത്തു പറയേണ്ടത് ആരോഗ്യ മേഖലയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഈ ഇടവക ഗ്രാമപഞ്ചായത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യ കേരളം പുരസ്കാരം, മാതൃ കേരളം പുരസ്കാരം അടക്കം എന്നിങ്ങനെയുള്ള പുരസ്കാര നിറവിലും കൂടിയാണ് പഞ്ചായത്തുള്ളത്. ആരോഗ്യ രംഗത്ത് ഞങ്ങളെ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യ രംഗത്ത് ഞങ്ങൾ NQS, NABH അടക്കമുള്ള എല്ലാ പുരസ്കാരങ്ങളും ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലായി നേടിയെടുത്തിട്ടുണ്ട്. ഒരു മാതൃകാ സംവിധാനം തന്നെ ആരോഗ്യ രംഗത്ത് എല്ലാ FHCകളും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സബ് സെന്ററുകൾ വളരെ സൗകര്യപ്രദമായ രീതിയിൽ നവീകരിച്ച് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ അതേപോലെ ആയുർവേദ ഹോസ്പിറ്റൽ ഒരു എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഫിസിയോതെറാപ്പി സംവിധാനങ്ങളും ഫിറ്റ്നസ് സെന്ററുകളൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഉപകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഞങ്ങളുടെ മാനന്തവാടി നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ തന്നെ നമ്മൾ കർണാടകയായും തമിഴ്നാടായും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് അവിടെ നിന്ന് പോലുമുള്ള ആളുകളെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇടവ പഞ്ചായത്ത് ആരോഗ്യ രംഗത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. അതേപോലെ പിന്നെ എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ രോഗി ബന്ധു സംഗമം, പാലിയേറ്റീവ് സംവിധാനം എന്ന് പറഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിൽ ഉള്ളതിനേക്കാൾ എത്രയോ മികച്ചതാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. കാരണം 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പാലിയേറ്റീവ് സംവിധാനങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. നല്ല രീതിയിലുള്ള വോളണ്ടിയർ സിസ്റ്റം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഏത് രോഗികൾക്കും എപ്പോഴും ബന്ധപ്പെടാവുന്ന രീതിയിലാണ് പാലിയേറ്റീവ് സംവിധാനം, പാലിയേറ്റീവ് നഴ്സ് അടക്കമുള്ള ഒരു ആംബുലൻസ് സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാലിയേറ്റീവ് രോഗികൾക്ക് ഒരു സൗഹൃദ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ രോഗി ബന്ധു സംഗമം വളരെ നല്ല രീതിയിൽ എല്ലാ വർഷവും നടത്തി പോരുന്ന ഒരു പരിപാടിയാണ്. എല്ലാ രോഗികളെയും ബന്ധുക്കളെയും ഞങ്ങൾ ഒരു നല്ല ഏതെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള പ്രദേശത്ത് ഒരുമിച്ച് കൂട്ടി
അവരുമായി ഒത്തുചേർന്നുകൊണ്ട് വൈകുന്നേരം വരെ അവരുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള കലാ സാംസ്കാരിക പരിപാടികളോട് കൂടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ഞങ്ങൾ നടത്തുന്നത്. അത് അവർക്ക് മാനസിക ഉല്ലാസവും വളരെ സമാധാനവും നൽകുന്നുണ്ട് എന്ന് ആണ് അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക്. തീർച്ചയായും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ പഞ്ചായത്തിൽ ഒരുപാട് പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. ഇവർക്കായിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത്? ഈ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഭവന നിർമ്മാണത്തിൽ ഏതാണ്ട് 500 വീടുകൾ പൂർത്തീകരിച്ചപ്പോൾ 190 വീടുകളോളം SC/ST വിഭാഗങ്ങളിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഈ വർഷത്തോടു കൂടി SC/ST വിഭാഗം മുഴുവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജനറൽ വിഭാഗത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അപ്പൊ SC/STക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഒഞ്ചായി പദ്ധതിയിലൂടെ പഠന പോഷണ പദ്ധതി, ഒഞ്ചായി പഠന പോഷണ പദ്ധതി എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. ഒഞ്ചായി എന്നാൽ ഒന്നായി എന്ന ഗോത്ര ഭാഷയിലൂടെ ഒഞ്ചായി എന്ന പേരിട്ടിരിക്കുന്നത്. അതിലൂടെ ഞങ്ങൾക്ക് ആ ഒരു സൊസൈറ്റിയെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇടവ പഞ്ചായത്തിൽ ഒരു മാതൃകാപരമായ പരിപാടിയായി ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരം കിട്ടിയ ഒരു പരിപാടിയായി മാറിയിട്ടുണ്ടായിരുന്നു. അത് തുടർന്നും ഞങ്ങൾ അത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകും. ഈ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഈ എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ പഠന സാമഗ്രികൾ വിതരണം ചെയ്യാറുണ്ട്. അവരുടെ വീടുകളിൽ ആവശ്യമായ ഫർണിച്ചറുകൾ ഞങ്ങൾ ഈ വർഷവും കഴിഞ്ഞ വർഷവുമായി വിതരണം ചെയ്തിട്ടുണ്ട്. അവർക്ക് വസ്തുക്കൾ എല്ലാ കുട്ടികൾക്കും സ്കൂളുകളിൽ ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഖ്യധാരയിലേക്ക് വരുന്നതിന് വേണ്ടി, പഠനത്തോട് താല്പര്യം കാണിക്കുന്നതിന് വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം പഞ്ചായത്ത് നടത്തിപ്പോരാണ്. അതേപോലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഈ ഭാവിയിൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാം. അതിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ എടുത്തു പറയാം. വിദ്യാഭ്യാസ രംഗത്ത് ഇടവ പഞ്ചായത്ത് ചെയ്തിരിക്കുന്ന ഒരു മാതൃകാപരമായ പദ്ധതി എന്ന് പറഞ്ഞാല് NSS LSS USS വിദ്യാർത്ഥികൾക്ക് ഞങ്ങളൊരു പ്രത്യേക പുരസ്കാരങ്ങൾ നൽകുകയും അവരുടെ കുടുംബങ്ങളെ അടക്കം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ പരിപാടി നടപ്പിലാക്കിയത് അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന നിലയിൽ നീലഗിരി ക്യാമ്പസിൽ വെച്ചായിരുന്നു. വലിയ ട്രെയിനറെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനറെ സാന്നിധ്യത്തിൽ ഞങ്ങളൊരു പരിപാടി നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ ഇടവ പഞ്ചായത്തിലെ രക്ഷിതാക്കളുടെ അടക്കമുള്ള ആളുകൾക്ക് അതൊരു വലിയ പദ്ധതിയായി, വലിയൊരു പ്രശംസക്ക് ഇടവരുത്തുന്ന ഒരു പദ്ധതിയായിരുന്നു. അതിൽ ഏതാണ്ട് 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അതിൽ ആ ഒരു പദ്ധതിയിലൂടെ തന്നെ ഇനി പുതിയ വർഷത്തേക്ക് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം വരുന്നത് LSS USS പരീക്ഷകൾ എഴുതാനും അതിൽ വിജയിക്കുവാനുമുള്ള ഒരു താല്പര്യം കുട്ടികളിൽ കൂടുതൽ ഉണ്ടായി എന്ന് അധ്യാപകരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാൻ മറുപടി ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ PES സംവിധാനം എല്ലാ മാസവും സാധാരണ ഒരു ചടങ്ങിന് കൂടുന്ന ഒരു പരിപാടികളായിട്ടാണ് എല്ലാവരും പറയാറ്. പക്ഷെ പ്രസിഡന്റും അതേപോലെ തന്നെ ചെയർമാനും ഒക്കെ നിർബന്ധമായി പങ്കെടുക്കുന്ന PEC മീറ്റിങ്ങുകളാണ് ഞങ്ങൾ ഇവിടെ നടക്കാറുള്ളത്. അതിന് വളരെ ഭാവിയിൽ കുട്ടികളുടെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഉയർച്ചയും വളർച്ചയുമാണ് പഞ്ചായത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് അടിസ്ഥാനമായ ഒരു കാര്യം എന്ന രീതിയിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായും വരും കാലങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ അഹമ്മദ് കുട്ടി.